ഹലോ, നമുക്ക് അടുത്ത സ്റ്റിച്ച് പഠിക്കണ്ടേ? ഇന്നത്തെ സ്റ്റിച്ച് 18ാമത്തെ സ്റ്റിച്ചാണ്. സ്റ്റിച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ഷീഫ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചിനായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു 2 വര വരയ്ക്കുക. ആ 2 വരയ്ക്ക് വലിയ ഗ്യാപ്പൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് സൂചിയുടെ നൂല് കോർക്കുക. എന്നിട്ട് മേലെ നിന്ന് സൂചി കുത്തി എടുക്കുക, നൂല് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നേരെ താഴെ ഒരു ലൈന് പോലെ ഒന്ന് കുത്തി താഴോട്ട് എടുക്കണം. എന്നിട്ട് സെക്കൻഡ് ലൈൻ അതുപോലെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ 3ാമത് ലൈനും കൂടെ അതുപോലെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇങ്ങനെ 3 ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സൂചി അടിയിൽ നിന്ന് സെൻറ്ററിലത്തെ ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് കുത്തി മുകളിലോട്ട് നൂലെടുക്കുക. ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന നൂലില്ലയോ, അവിടെയോട്ട് അതിൻ്റെ അടിയിലൂടെ സൂചിട്ട് തുണിയിൽ കുത്താണ്ട് അതിൻ്റെ അകത്തുകൂടെ സൂചി പുറത്തോട്ട് എടുത്ത് നൂല് വലിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലിരിക്കുന്നതിനകത്തോട്ട് കയറ്റിയിട്ട് സെൻറ്ററിലിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് കുത്തി സൂചി താഴോട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കുത്തിയത് എവിടെയാണ്? സെൻട്രൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ രണ്ടാമത് കുത്തേണ്ടത് സെൻട്രൽ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ. അങ്ങനെ കുത്തി താഴോട്ട് വലിച്ച് അതൊന്ന് ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ക്ലിയർ ആയി. ഓക്കെ, അതേപോലെ ഇത് സംഭവം സെറ്റാണ് എന്ന് വെച്ചാൽ എളുപ്പമാണ് കേട്ടോ. നല്ല എളുപ്പമാണ്. അതും ഇല്ലാണ്ട് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറിലൊക്കെ അവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ. അപ്പം എന്തായാലും എളുപ്പത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സ്റ്റിച്ച് ഞാൻ പ്രിഫർ ചെയ്യുന്നു. എല്ലാവരും കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്തോ, ഒരു പാടുമില്ലാത്ത എളുപ്പ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് സീക്വൻസോ കട്ട് ബീഡ്സോ അങ്ങനെയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം സെൻറ്ററിൽ ഒരു എന്തെങ്കിലും സീക്വൻസ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒട്ടിച്ചു കൊടുത്താൽ മതി, തയ്ച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ ഈ സ്റ്റിച്ചിൻ്റെ വേറൊരു എളുപ്പ വഴി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം തൊട്ട് വീഡിയോ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം കുത്തി സൂചി താഴോട്ടും മേലോട്ടും വലിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പൊക്കെ അങ്ങോട്ട് തോന്നും. അങ്ങനെ തോന്നാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റിച്ച് എടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച്, അതായത് ആദ്യത്തെ സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂചി കുത്തൂലയോ താഴോട്ട്, അവിടെ നിന്ന് കുത്തി നേരെ നമ്മൾ അടുത്ത സ്റ്റിച്ച് എടുക്കേണ്ടതിൻ്റെ ടോപ്പ് ഭാഗത്തോട്ട് കുത്തുക, സൂചി വലിക്കുക, നേരെ താഴോട്ട് വരിക, എന്നിട്ട് ടോപ്പ് ഭാഗത്തോട്ട് സൂചി കുത്തുക, വലിക്കുക. അപ്പോൾ ഒരു വലി മാത്രമേ വരുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം വലിച്ച് കൈൻ്റെ അടപ്പ് അങ്ങോട്ട് ഇളവും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മെത്തേഡ് പെട്ടെന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് മടുപ്പും തോന്നത്തില്ല, ചെയ്യാനും പറ്റും, പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും. അതുമില്ലാണ്ട് ഷോളില്ലേ, നമ്മുടെ ഷോളിൽ ഏറ്റവും കൂടുതൽ ഷോളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും കേട്ടോ. നമ്മുടെ വെറും പ്ലെയിൻ ഷോൾ എടുക്കുക, അതിനകത്ത് ഈ വർക്ക് മാത്രം വെച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ച് എന്തുമാത്രം എളുപ്പമാണ്, കാണാനും എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കണം. പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാ ഓക്കെ, ബൈ.